ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജുവാണ് സംസാരിക്കുന്നത്. ഞാൻ വന്ന ടോപ്പിക്ക് വേറൊന്നുമല്ല. നമ്മളിപ്പം ഒരുപാട് വിഷമിച്ചോ സങ്കടപ്പെട്ടോ ഇരിക്കുമെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കണ്ട നല്ല നല്ല പ്രകൃതി രമണീയമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ ആസ്വദിക്കുക. അപ്പം നമുക്ക് ഒരുപാട് ടെൻഷനോ വിഷമോ അങ്ങനെയുള്ള പ്രയാസ ദുഃഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രകൃതി നമ്മളിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയും. നമ്മൾ ആ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ മനസ്സിലായി. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകില്ല. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക. അതിപ്പോൾ ഏത് വഴി കൂടെ ആയാലും നമ്മൾ അതിനുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തുക. അല്ലാതെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പറ്റാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ ആദ്യം പിടിപ്പിക്കത്തേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എന്ന് വെച്ചാൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ നേരിടാൻ പഠിക്കണം. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും. മനസ്സിലായില്ലേ? എനിക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് ഞാൻ പിടിച്ചിരിക്കുന്നില്ലേ? പിടിച്ചിരിക്കണം. നമ്മുടെ എന്താ പറയുന്നത്, നമ്മളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർ കണ്ടുപിടിക്കരുത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഇല്ലടാ എന്നവൻ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ആൾക്കാർ മൊത്തം ആ ഒരു കാറ്റഗറി നമ്മൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ ചെന്ന് മറ്റുള്ളവർക്ക് പറയാം. അങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിന് നല്ലത് നമ്മുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ വരാൻ പാടുകയില്ല. എന്ത് പ്രശ്നം വന്നാലും മൈൻഡ് ഫുൾ കൺട്രോളിലായിരിക്കണം. നമ്മളെ പ്രശ്നത്തിൽ നമ്മളങ്ങോട്ട് മുഴുകി പോവുകയോ ചെയ്യരുത്. എന്തോ ചെയ്യും, പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുകയോ ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും നമ്മളുടെ തോറ്റോടല്ലേ മക്കളെ, തോറ്റോടുകയോ ചെയ്യരുത്. തോറ്റോടി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മൾ പേടിച്ച് നിൽക്കത്തുള്ളൂ. ഫേസ് ചെയ്യുമോ, എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുമോ. വളരെ പ്രയാസപ്പെടുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് പോവുക. അതുകൊണ്ട് ഞാൻ പറയാനുള്ള എൻ്റെ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ അമർത്തി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. കൊച്ചു പിള്ളേർ സ്കൂളൊക്കെ തുറന്നില്ല. ഞാൻ സ്കൂളിലൊക്കെ പോകുന്നില്ല. മുടി ഭയങ്കര വൃത്തികേടൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഷേപ്പില്ലാത്ത രീതി ഇരിക്കുമായിരുന്നു. ഞാൻ ആ സൈഡൊക്കെ ഒന്ന് വെട്ടി കുറച്ച് ഫ്രണ്ടൊക്കെ ഒന്ന് കുറച്ചിട്ട് വളരെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചാനൽ ആരും മറക്കരുത്. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ അമർത്തി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. വളരെ പരിതാപകരമാണ്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ഏറ്റെടുത്താലേ എൻ്റെ ചാനൽ മുന്നോട്ട് ഓടിപ്പോകത്തുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.